Hi, I am Thesnim Azeez. This is biryani. Malabar dum biryani. But we have 15-20 minutes to do it. Easy to taste compromise pan masala pan 3 tablespoon അല്ലെങ്കിൽ ഒരു 4 tablespoon വെളിച്ചെണ്ണയാണ് sunflower oil ഇഷ്ടമാണെങ്കിൽ അങ്ങനെ ചെയ്താൽ മതി ഞാൻ വെളിച്ചെണ്ണയാണ് യൂസ് ചെയ്യാറുള്ളത് ഇതിലേക്ക് ഒരു 4 സവാളയാണ് ടോട്ടൽ എടുത്തിട്ടുള്ളത് കുറച്ച് റൈസ് ഉണ്ടാക്കാനും വേണം നമുക്ക് ഒരു 3.5 സവാള എടുത്തിട്ടുണ്ട് ഇത് ഇനി നന്നായിട്ട് ഒന്ന് വഴന്ന് വരണം ഇതിൽ ഏറ്റവും കൂടുതൽ സമയം എടുക്കുന്നത് ഈ സവാള വഴന്ന് വരാൻ വേണ്ടിയിട്ടാണ് യൂഷ്വലി ഞാൻ എന്താ ചെയ്യുന്നതുപോലെ ഉള്ളി വഴറ്റാൻ ഇവിടെ വെച്ചിട്ട് പിന്നെ ചോറ് ഞാൻ മൈക്രോവേവിലോ കുക്കറിലോ ചെയ്യും ഇനി ഞാൻ ചെയ്യുന്നത് മൈക്രോവേവിലാണ് അപ്പോൾ ഇതിപ്പോൾ നിങ്ങളുടെ ആ ഒരു കണ്ടിന്യൂഷൻ പോകണ്ട ജസ്റ്റ് ഞാൻ മസാല മുഴുവൻ ചെയ്തിട്ടേ റൈസിലേക്ക് പോകുള്ളൂ അതായത് നമുക്ക് ഈ ഉള്ളിയൊക്കെ വഴന്ന് വരുന്ന ഈ സമയം കൊണ്ട് തന്നെ നമുക്കവിടെ റൈസ് കുക്കായി കിട്ടുകയും ചെയ്യും അപ്പോൾ നമുക്കൊരു എങ്ങനെ വന്നാലും ഒരു 15-16 ഒരു 20 മിനിറ്റിൻ്റെ ഉള്ളിൽ ബിരിയാണി റെഡിയാവും അപ്പോൾ ഇത് സവാള നന്നായി ആയതിനു ശേഷം ഇതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് ചേർക്കണം അപ്പോൾ സവാള ഒരുവിധമായിട്ടുണ്ട് ഇതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റാണ് ഇത് 1.5 ടേബിൾസ്പൂൺ പച്ചമുളക് ചതച്ചത് 6 ഓരോരുത്തരുടെ എരിവിനനുസരിച്ച് ചേർക്കാം നന്നായിട്ടൊന്ന് ഇളക്കാം ഇതിലേക്ക് 2 തക്കാളി സ്ലൈസ് ചെയ്തതാണ് കനം കുറച്ച് മുറിക്കുകയാണെങ്കിൽ നമുക്ക് പെട്ടെന്ന് ആയി കിട്ടും ഇനി ഇതൊന്ന് നന്നായിട്ട് ആവണം ഉപ്പ് ചേർത്തിട്ടില്ല നമുക്ക് ഉപ്പിടാം 1/2 കിലോ ചിക്കൻ ഒരു ലെമൺ ജ്യൂസിൻ്റെ ഒരു നാരങ്ങയുടെ പകുതിയാണ് ജ്യൂസ് ഒഴിക്കുന്നത് മല്ലിയില പുതിനയില ചെറുതാക്കി മുറിച്ചതാണ് ഇതൊരു 1/2 കപ്പ് നന്നായിട്ടൊന്ന് ഇളക്കി ഇനി ഇതൊന്ന് നമുക്ക് ചെറിയ തീയിൽ അടച്ചു വെച്ച് വേവിക്കാം ഒരു കുറച്ച് സമയം കൊണ്ട് തന്നെ അത് ചിക്കൻ കുക്കായി കിട്ടും മാക്സിമം ഒരു 10 മിനിറ്റ് 8-10 വലിയ പീസൊക്കെ ആണെങ്കിൽ ഒരു 12 മിനിറ്റ് അത്രയേ വേണ്ടൂ ഇപ്പോൾ നമ്മൾ ചിക്കൻ മസാല ഇവിടെ റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ ഞാനിവിടെ ചോറുണ്ടാക്കാൻ വേണ്ടിയിട്ട് ഒരു 2 ടേബിൾസ്പൂൺ നെയ്യ് 2-3 ടേബിൾസ്പൂൺ നെയ്യ് ഒഴിക്കുക അതിലേക്ക് നമ്മൾ നേരത്തെ മാറ്റി വെച്ച സവാള ഉണ്ടല്ലോ ആ സവാള സവാള ഒന്ന് വഴറ്റിയെടുക്കാൻ വേണ്ടിയിട്ട് ഹൈ പവറിൽ 2 മിനിറ്റ് കൊടുക്കാം 2 മിനിറ്റ് ആയി നമ്മളെ സവാള വഴന്ന് വന്നിട്ടുണ്ട് മൈക്രോയിൽ സവാളയൊക്കെ വഴറ്റുമ്പോൾ നമ്മൾ സാധാരണ വഴറ്റുന്ന പോലെ നല്ല ബ്രൗൺ കളറിലാവില്ല കേട്ടോ അങ്ങനെ ആവാൻ വെക്കുകയും ചെയ്യാൻ പറ്റില്ല ഇപ്പം നന്നായി വഴന്ന് വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് 2 കപ്പ് ബിരിയാണി റൈസാണ് കഴുകി വെള്ളമൊക്കെ കളഞ്ഞു വെച്ചതാണ് കേട്ടോ ഏലക്ക ഗ്രാമ്പൂ പട്ട ഈ 2 വീതം ഇതിലേക്ക് വെള്ളം 4 കപ്പ് വെള്ളം 2 കപ്പ് റൈസ് ആയതുകൊണ്ട് ഇരട്ടിയാണ് വെള്ളം ഇനി ഉപ്പ് കൂടെ ചേർക്കാം ആവശ്യത്തിന് ഉപ്പ് നോക്കിയിട്ട് ചേർക്കാം ഇപ്പം 2 കപ്പ് റൈസ് ആയതുകൊണ്ട് തന്നെ ഇതിൻ്റെ സമയം എന്ന് പറഞ്ഞാൽ ഹൈ പവറിൽ 16 മിനിറ്റ് ആയിരിക്കും കുക്കറിലാണ് ചെയ്യുന്നതെങ്കിൽ വെള്ളം നിങ്ങൾ 1 കപ്പിന് 1.5 കപ്പ് എടുക്കത്തുള്ളൂ അപ്പോൾ എന്താണ് 3 കപ്പ് വെള്ളം 1 സ്റ്റീം വന്നാലും ഓഫ് ചെയ്യുക ഞാൻ കുക്കറിലുള്ളത് ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നു അതുകൊണ്ടാണ് അപ്പോൾ ഇനി ഇത് ഞാൻ മൈക്രോവേവിൽ വയ്ക്കുക ഹൈ പവറിൽ 16 മിനിറ്റ്
പലർക്കും ഓവണിൽ എങ്ങനെയാണ് റൈസ് ഉണ്ടാക്കുന്നതെന്ന് അറിയില്ല. അതുകൊണ്ടാണ് ഞാൻ വീണ്ടും ഓവണിൽ തന്നെ ചെയ്ത് കാണിക്കുന്നത്. അപ്പോൾ കുക്കറിലാണെങ്കിൽ ഒരു സ്റ്റീം വന്നാൽ മതി. വെള്ളം എടുക്കുമ്പോൾ ഇത്ര അരിക്ക് 3 കപ്പ് വെള്ളം എടുത്താൽ മതി. ഒരു സ്റ്റീം വന്നാൽ ഓഫ് ചെയ്യുക, പ്രഷർ പോയതിനു ശേഷം എടുക്കുക. അപ്പോൾ നമ്മൾ റൈസ് കുക്കായിട്ടുണ്ടാവും, നമുക്ക് നോക്കാം. റൈസ് നല്ല കുക്കായി ഒന്നൊന്നിനോട് തൊടാതെ. ശരിക്കും ഏറ്റവും നല്ലത് മൈക്രോവേവിൽ ഗീ റൈസ് പോലെയുള്ള ഇങ്ങനെയുള്ള റൈസസ് ഉണ്ടാക്കാൻ ഏറ്റവും ബെസ്റ്റ് മൈക്രോവേവാണ്. ഞാൻ ചിലപ്പോൾ ഗസ്റ്റൊക്കെ ഉണ്ടെങ്കിൽ എനിക്ക് ചിലപ്പോൾ കൂടുതൽ റൈസ് വേണം. എന്നാൽ ഞാൻ 2-3 പ്രാവശ്യമായിട്ട് ചെയ്യുകയാണെങ്കിൽ പോലും മൈക്രോവേവിലാണ് റൈസ് ഉണ്ടാക്കുക. ഓക്കെ, നമുക്കിനി ദം ചെയ്യാം. ചിക്കൻ നല്ല എന്താ ഫ്ലേവർ എന്നറിയാം, നന്നായിട്ട് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ നമ്മുടെ ബിരിയാണി റൈസ് ചേർക്കാം. കുറച്ച് ലൈം ജ്യൂസിലേക്ക് കുറച്ച് യെല്ലോ കളർ മിക്സ് ചെയ്തതാണ്. താല്പര്യം ഇല്ലെങ്കിൽ ചേർക്കണ്ട കളറ്. ലൈം ഒരു 1/4 ടീസ്പൂൺ ഗരം മസാല പൗഡർ ഒന്ന് സ്പ്രെഡ് ചെയ്യാം. നമ്മൾ ഏലക്ക ഗ്രാമ്പു പട്ടയൊക്കെ ചേർത്തിട്ട് ഉണ്ടാക്കിയതാണെങ്കിൽ പോലും ദം ചെയ്യുമ്പോൾ കുറച്ച് ചേർക്കാം. മല്ലിയില, പുതിനയില, 1 ടേബിൾ സ്പൂൺ നെയ്യ്. ഇതിനി ചെറിയ തീയിൽ ഒരു 5 മിനിറ്റ് വെച്ച് കഴിയുമ്പോഴേക്ക് നല്ല ദമ്മവാടി എന്നുള്ള മസാലയിൽ നിന്നുള്ള ഫ്ലേവറൊക്കെ ഈ ചോറിലേക്കൊന്ന് വന്നിട്ട് നല്ല ബിരിയാണി ആയിട്ടുണ്ടാവും. ഇനിയിപ്പോൾ ഇത് നിങ്ങൾക്കിപ്പോൾ ഞാനിപ്പോൾ മൈക്രോയിൽ റൈസ് ഉണ്ടാക്കി, ചിക്കൻ ഇവിടെ ഉണ്ടാക്കി. ഞാൻ പറഞ്ഞു റൈസ് വേണമെങ്കിൽ കുക്കറിൽ വേണമെങ്കിൽ ചെയ്യാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഒന്നുകിൽ കുക്കറിൽ ചെയ്യുക അല്ലെങ്കിൽ മൈക്രോയിൽ ചെയ്യുക. പിന്നെ മൈക്രോയിൽ തന്നെ ദം ചെയ്യാനും നല്ലതാണ്. അപ്പോൾ നമ്മൾ ഈ ഉണ്ടാക്കിയ മസാല മുഴുവൻ ഒരു മൈക്രോ പ്രൂഫ് ആയിട്ടുള്ള പാത്രത്തിലേക്ക് ഇടുക. എന്നിട്ട് അതിൻ്റെ മുകളിൽ റൈസ് ഇടുക. ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ അതുപോലെ തന്നെ ചെയ്യാം. എന്നിട്ട് നമ്മളൊരു ഹൈ പവറിൽ ഒരു 3 മിനിറ്റ് കൊടുത്താൽ മതിയാവും. നല്ല ദമ്മായിട്ടുണ്ട്. നമുക്കിതിനി സെർവ് ചെയ്യാം. അപ്പോൾ നമ്മൾ ബിരിയാണി ഉണ്ടാക്കി കഴിഞ്ഞു. നല്ല ബിരിയാണിയാണ്, നല്ല ഫ്ലേവർ വരുന്നുണ്ട്. നേരത്തെ പറഞ്ഞ പോലെ തന്നെ പെട്ടെന്ന് ചെയ്തു. ഞാൻ മൈക്രോയിലാണ് ചെയ്തത്. ഒന്നുകിൽ കുക്കറിൽ ചെയ്യാം അല്ലെങ്കിൽ മൈക്രോയിൽ ചെയ്യാം. ദം ചെയ്യണമെങ്കിലും മൈക്രോവേവിൽ ചെയ്യണമെങ്കിൽ ചെയ്യാം. പിന്നെ അതുപോലെ പലർക്കുള്ളൊരു സംശയമാണ് എന്തുകൊണ്ടാണ് ബിരിയാണിയിൽ മുളക് പൊടി, മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടിയൊക്കെ ചേർക്കാത്തതെന്ന്. അപ്പോൾ മുളക് പൊടി സാധാരണ ആമ്പൂർ ബിരിയാണി പോലെയുള്ള ബിരിയാണികളിലാണ് സാധാരണഗതിയിൽ ചേർക്കുന്നത്. പിന്നെ മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടിയൊന്നും അത്ര അത്യാവശ്യമല്ല. ഇനി നിർബന്ധമാണെങ്കിൽ നിങ്ങൾക്ക് ചേർത്തെങ്കിൽ ചിലർക്ക് നല്ല സമാധാനം കിട്ടുള്ളൂ. അങ്ങനെയാണെങ്കിൽ നിങ്ങൾ കുറച്ച് മല്ലിപ്പൊടി, 1 ടീസ്പൂൺ മല്ലിപ്പൊടി മസാല ഉണ്ടാക്കുമ്പോൾ ചേർക്കുക. കുറച്ച് മഞ്ഞൾപ്പൊടിയും ചേർത്തിട്ട് ചെയ്യാം. സാധാരണ ഇതിൽ അതിൻ്റെ ആവശ്യമില്ല. മലബാർ ദം ബിരിയാണിക്ക് അതിൻ്റെ ആവശ്യമില്ല. ഇനി എന്തായാലും എല്ലാവരും ട്രൈ ചെയ്ത് ഇതേപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കും. എന്തായാലും ഇഷ്ടമാവും. എൻ്റെ ചാനൽ ഇപ്പോഴും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. അതുപോലെ ഉണ്ടാക്കി കഴിഞ്ഞിട്ട് ഇഷ്ടമായോ എന്ന് കമൻറ്റ് ചെയ്യണം. ഓക്കെ, ഇതെൻ്റെ ഓൺലൈൻ കുക്കറി ക്ലാസ്സിൻ്റെ ആഡാണ്. നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ ഈ നമ്പറിൽ കോൺടാക്റ്റ് ചെയ്താൽ മതി. എല്ലാ ടൈപ്സ് ഓഫ് ക്ലാസ്സസും നടക്കുന്നുണ്ട്. വീഡിയോ ഇൻ്ററാക്റ്റീവ് ക്ലാസ്സാണ്.